ഹലോ ഗൈസ്, വി ടെക്സിന്റെ മറ്റൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ് നായകനായി അഭിനയിച്ച കാര കാരസ്വാമി, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് കാരസ്വാമിയിൽ നിന്നുള്ള കാര. അപ്പോ ഈ മൂവിയുടെ ഡയറക്ടർ വന്നിട്ട് വിഘ്നേഷ് രാജയാണ്. ഇതിന്റെ റൈറ്റർ വന്നിട്ട് ആൽഫ്രഡ് പ്രകാശ്, വിഘ്നേഷ് രാജ, മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് കുമാർ, DOP വന്നിട്ട് തേനി ഈശ്വർ. DOP ഒരു രക്ഷയില്ലായിരുന്നു. DOP എഡിറ്റിംഗ് വന്നിട്ട് ശ്രീജിത്ത് സാരംഗ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഡോക്ടർ ഇഷാരി കെ ഗണേഷ്. പടം സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ധനുഷ് സാറിന്റെ മൂവീസ് എടുത്തു നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേ പാറ്റേണിൽ പോകുന്ന പടങ്ങളാണ് കൊടുക്കുക. ഇതിനു മുമ്പ് ഇറങ്ങിയ ഇഡലിക്കട, അതിനു മുമ്പ് ഇറങ്ങിയ ഇപ്പം കുബേര, ഇങ്ങനെ കുറെ തിരിച്ചുതമ്പറം, ഇങ്ങനെയൊക്കെ ഉള്ള കുറെ നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ പാറ്റേണിൽ പോകുന്ന മൂവീസ് ആയിരുന്നു ആവശ്യം. ഇതും ഏകദേശം അദ്ദേഹത്തിന്റെ ആ സ്ഥിരം പാറ്റേണിൽ ഒതുങ്ങുന്ന ഒരു മൂവി തന്നെയാണ്. കാരണം ഇപ്പം ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു അസുരൻ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അസുരൻ ടച്ചിലേക്ക് ഉയർന്നോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് അസുരൻ ടച്ച് എത്തിയിട്ടില്ല. എന്നാൽ കുബേരയിലേക്ക് താഴ്ന്നിട്ടുമില്ലാത്ത രീതിയിലുള്ള സത്യം ഒരു ഇഡലിക്കട റേഞ്ചിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പടം. പക്ഷെ ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് തോന്നിയത്, ഇതില് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള രണ്ട് നടന്മാരുടെ ആക്ടിങ് ആണ്. അതിൽ സുരാജ് ഏട്ടനും ജയറാം ഏട്ടനും രണ്ടുപേരും തകർത്ത് അഭിനയിച്ചു എന്നാണ് പറയാം. അതുപോലെ തന്നെ മമിത ബൈജു എടുത്തു പറയണം. സത്യം പറഞ്ഞാൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ മമിതയ്ക്ക് പറ്റിയ ഒരു റോൾ ആണോ എന്ന് ചിന്തിച്ചു പോയി. പക്ഷെ പുള്ളിക്കാരി കുറച്ച് പോർഷനേ ഉള്ളൂ എങ്കിൽ പുള്ളിക്കാരി അത് നല്ലൊരു പക്വതയായിട്ട് ചെയ്തു വെച്ചു എന്നാണ് പറയാം. ഇത്തരം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മമിത ബൈജു ഇതില്. പുള്ളിക്കാരിക്ക് കുറച്ച് പോർഷനേ ഉള്ളൂങ്കിൽ അത് അത്രയും കുറച്ച് അഭിനയിച്ച് വലിപ്പിക്കാനുള്ള പോർഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തരം കഥാപാത്രങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് അമിത പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ സുരാജേട്ടൻ വരുന്ന പോർഷനുകളിലെല്ലാം പുള്ളി സ്കോർ ചെയ്തിട്ടില്ലേ പോകുള്ളൂ, അതങ്ങനെയാണ്. അതുപോലെ ജയറാമേട്ടനെ എടുത്ത് പറഞ്ഞിട്ട് ജയറാമേട്ടനെ ഇപ്പം മിക്ക തമിഴ് പടങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒരു കോമഡിയനാക്കുക അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതില് അങ്ങനെ അല്ല. സത്യം പറഞ്ഞ ജയറാമേട്ടന് ഇങ്ങനെ ജയറാമേട്ടനെ ഉപയോഗിക്കാം. അതായത് പുള്ളിയെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ജയറാമേട്ടനിൽ കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിയെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വിഘ്നേഷ് രാജ അത് നല്ല രീതിയിൽ പുള്ളിയെ യൂസ് ചെയ്തെന്ന് തന്നെ വേണം പറയാം രണ്ടുപേരും. പിന്നെ ധനുഷ് ആസ് യൂഷ്വൽ പുള്ളിയുടെ ആക്ടിങ് ഒന്നും അങ്ങനെ മോശം പറയാനൊന്നുമില്ല. നമ്മൾ ഇതുവരെ നമുക്ക് ആ ധനുഷിന്റെ ആ ഒരു വേവ് ലെങ്ത് അറിയാലോ, അത് ഇതിലൊന്നും കാണാനുണ്ട്. പിന്നെ ഇതൊരു മാസ് ലെവൽ, ഇപ്പം ധനുഷ് മാസ് ലെവലിലേക്ക് എത്തുന്ന ഒരു പടമല്ല, ഇതൊരു ക്ലാസ് പടമാണ്. കുറച്ച് ഡാർക്ക് മോഡില് കുറച്ച് സ്ലോ ഫേസിൽ പോകുന്ന ഒരു ഡെലിക്കട്ട ടച്ച് ഒക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ അതിലും അച്ഛൻ മകൻ പാസം, ഇതിലും അച്ഛൻ മകൻ പാസം തന്നെ രണ്ടുപേർ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ലാതെ ഏകദേശമൊക്കെ സെയിം ഇതിൽ വന്നിട്ട് ഇപ്പം നമ്മൾ പറയില്ലേ, സാഹചര്യവശാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി എന്ന് പറഞ്ഞ പോലെ സാഹചര്യവശാൽ കള്ളനായി പോയ ഒരാളുടെ അവസ്ഥ, അല്ലെങ്കിൽ സമൂഹം കള്ളനാക്കി, അല്ലെങ്കിൽ ആ കള്ളന്റെ ഭാഗത്ത് എത്തിക്സ് ഉള്ള കള്ളൻ, അതായത് കുറച്ച് എത്തിക്സ് ഒക്കെ കാണിക്കുന്ന ആ കള്ളനോട് കുറച്ചെങ്കിലും നമുക്ക് സഹതാപവും ഇഷ്ടവും തോന്നുന്ന രീതിയിലുള്ള ഒരു കള്ളൻ, അതാണ് അദ്ദേഹത്തിന്റെ ഇതിലെ കഥാപാത്രം. പക്ഷെ പടം എവിടെയൊക്കെയോ ഒരു ഹൈപ്പിലേക്ക് എത്തുന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് ഒരു അസിഡ റേഞ്ചിലോട്ടും പോയില്ല, കുബേര റേഞ്ചിലോട്ട് താഴ്ന്നുമില്ല എന്ന് പറഞ്ഞ പോലെ പടം അങ്ങനെ ഒരു ഇതിൽ പോകുന്നൊരു പടമാണ്. വിഘ്നേഷ് രാജ എന്തായാലും വിഘ്നേഷ് രാജയുടെ പോർത്തോയിലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടങ്ങളൊന്നാണ്. പിന്നെ GV പ്രകാശ് മ്യൂസിക്, അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഈ പടത്തിനെ ഒരു മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈനിങ് ഒരു രക്ഷയില്ലായിരുന്നു ഈ പടത്തില്, അത് പറയാതിരിക്കാൻ. കാരണം ഇതിൽ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സീനുകളുണ്ട്, കുറച്ച് മോഷണം അങ്ങനെയൊക്കെ വരുന്ന സീനുകൾ ഉള്ളതുണ്ട്. അതിലൊക്കെ സൗണ്ട് ഡിസൈനിങ് കൊടുത്തിരിക്കുന്ന രീതി, അത് അങ്ങനെ നല്ലൊരു തിയേറ്ററിൽ കണ്ടാൽ അതൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു നല്ലൊരു അങ്ങനെ കണ്ട സിനിമ നമ്മൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് സിനിമയിൽ നിന്ന്. അതിന്റെ സൗണ്ട് ഡിസൈനിങ്, മ്യൂസിക്കും സിനിമയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. GV പ്രകാശിന്റെ കഴിവ് അതിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ DOP എടുത്തു പറയണം. തേനി പുള്ളിക്കാരന്റെ പേര് ഞാൻ വിട്ടുപോയി, പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റും. DOP വന്നിട്ട് തേനി ഈശ്വർ, ഒരു രക്ഷയില്ലാത്ത DOP. ആ ഒരു സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ല രീതിയിൽ പടത്തിന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഷോട്ടുകളായാലും ടോട്ടലി സ്ക്രിപ്റ്റ് വൈസ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വൈസ് കഥ കുറച്ച് ഡള്ളാണെങ്കിലും ബാക്കി ടെക്നിക്കൽ വൈസ് പടം നല്ല രീതിയിൽ അതൊരു ഔട്ടുണ്ട്. പടത്തിലൊരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്.
സൗണ്ട് ഡിസൈനിങ്ങിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ KS രവികുമാറാണ് ധനുഷിന്റെ അച്ഛൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പുള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ മകൻ പാസമൊക്കെ കുറച്ച് എനിക്ക് അത്രത്തോളം സിനിമയിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് തോന്നി. അതുപോലെ കരുണാസ് ആണ് അദ്ദേഹത്തിന്റെ മാമൻ ക്യാരക്ടറായിട്ട് വന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രകടനം ഉണ്ടായിരുന്നു കരുണാസിന്റെ. അത് കുറച്ച് സീൻസൊക്കെ അതിൽ പുതുക്കാരൻ കുറച്ചുകൂടെ സീൻസ് ഉണ്ടായിരുന്നു പടത്തിൽ. അങ്ങനെ സത്യം പറഞ്ഞ പടം ഒരു സ്ലോ വീസി പോകുന്ന ഒരു നമ്മളല്ലേ ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രം. അതായത് നമ്മളിപ്പം പൊതുവെ ഇപ്പം ധനുഷ് സാർ ചെയ്യുന്ന പടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഇതുപോലുള്ള കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ഒരു പുള്ളിക്ക് ഒരു പ്രത്യേക ടാലന്റ് ഉണ്ട്. ഇതുപോലുള്ള നിസ്സഹായമായ പുള്ളിക്ക് അത് ചേരുന്നുമുണ്ട്. അതുകൊണ്ട് അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പുള്ളി അത് നല്ല രീതിയിൽ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ പുള്ളി അത് ചെയ്തു വെച്ചു. പക്ഷെ സിനിമ ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കഥയല്ല, അല്ലെങ്കിൽ അതുപോലൊരു പടമല്ല ഇത്. ചിലർക്ക് ചിലപ്പോൾ ഇപ്പം കുറച്ച് അങ്ങനെ ഒരു മൂടി പോകുന്ന ഒരു പടമാണ്, ചിത്രമാണ്. എല്ലാവരും ഒരേപോലെ ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ക്ലാസ്സിൽ തന്നെ ക്ലാസ് മൂവിയാണ്. ഒരു സ്ലോ ഇതിൽ പോകുന്ന അങ്ങനെ ഒരു ടൈപ്പ് പടമാണ്. പിന്നെ പറഞ്ഞില്ല കൂടുതലും മാസ്, നമ്മൾ ഈ ടിപ്പിക്കൽ തമിഴ് പടങ്ങളിൽ കാണുന്ന ഓവർ മാസ് അല്ലെങ്കിൽ ധനുഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ മാസ് എലമെന്റ്സ് ഒന്നും ഇതിലില്ല. ആ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു കഥയും സ്ക്രീൻ പ്ലേ തന്നെയാണ്. പടം കൂടുതലും ഒരു സെന്റിമെന്റൽ ആൻഡ് കുറച്ച് അങ്ങനെ പോകുന്ന ബന്ധങ്ങളും കൂടുതലും സെന്റിമെന്റൽ ഡ്രാമ പോലെ പോകുന്ന ഒരു ഒഴുക്കാണ് പടത്തിനുള്ളത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാസ്, കോമഡി, റൊമാൻറ്റിക് അങ്ങനെ ഒരു എലമെന്റ്സ് ഇതിലില്ല പടം. അപ്പൊ ഇതൊക്കെ കുറച്ച് ഇതിനോട് താല്പര്യമുള്ളവർക്ക് പടം കുറച്ച് വർക്കാവും. ബാക്കി ഇത് തമിഴ്നാട്ടിൽ, ഇത് കേരളത്തിൽ എത്രത്തോളം വർക്കാവും എന്നറിയില്ല. എന്നാലും അങ്ങനെ പോകുന്ന ഒരു പടമാണ്. ധനുഷിന്റെ ഇപ്പൊ ഇറങ്ങിയതിലെല്ലാം ഏകദേശം ഇതേ ഒരു വേവ് ലെങ്തും ടച്ചുമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ. ഇഡലിക്കട പോലെ തന്നെ എന്ന് പറയാം. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായ കുറച്ചുകൂടെ അതായത് ത്രില്ലിംഗ് എലമെന്റ്സ് ഉള്ള ഇഡലിക്കടയെ വെച്ച് കുറച്ചുകൂടെ ഈ റോബറി സീൻസും അതൊക്കെ അങ്ങനെയുള്ള കുറച്ചുകൂടെ ബൂസ്റ്റ് സീൻസ് ഉള്ള ഒരു പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇതാണ് കാര എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഇതും കൂടെ എനിക്ക് തെറ്റിദ്ധരുത്താനുണ്ട്. ഞാൻ ഇതിന്റെ ട്രെയിലറിൽ കാര എന്നാണ് പ്രൊണൗൺസ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കറക്റ്റ് ഇപ്പോഴാണ് കിട്ടിയത്. കാര അല്ല, കാര എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് കാരസ്വാമി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിൽ നിന്നാണ് കാര എന്ന്, അതാണ് സിനിമയുടെ പേര്. അപ്പം ഇതാണ് കാര എന്ന മൂവിയെ കുറിച്ചുള്ള എന്റെ റിവ്യൂ. അപ്പം എന്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അല്ലെങ്കിൽ കാരണം ഒരുപാട് വീഡിയോ ചെയ്തിട്ടും ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്റെ റിവ്യൂ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ. അടുത്ത് മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായിട്ട് നിങ്ങളെ സന്ധിക്കും വരേക്കും വണക്കം.